ഹലോ, എല്ലാവർക്കും AJ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ഈ മൈക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം കൂടെ ചെയ്താണ്. അതായത് ഈ കാർഡ്, ഇതൊക്കെ നമ്മുടെ ആംപ്ലിഫയർ അല്ലേ, അതിന് ചെറിയ സംഭവമില്ലേ, അതേ മേടിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഇന്നാണ് അതിൻ്റെ അൺബോക്സിങ് ചെയ്യുന്നത്. നമുക്കത് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നേരെ നമുക്ക് ഇത് വന്നിട്ടുണ്ട് സംഭവം. ഇതാണ് ഇന്നൊരു ഉച്ചയോടെ നമുക്ക് ഈ സംഭവം കിട്ടിയത്. നമുക്ക് ഇനി ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം നേരെ ആ വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ. ഓണാക്കണം. അപ്പം അതിന് മുമ്പ് അതിൻ്റെ പ്രവർത്തനങ്ങൾ കാണിച്ചത് ഇത് ഇങ്ങനത്തെയാണ്. നമുക്കിവിടെ ഈ വശത്തായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ഡൈനാമിക് മൈക്കില്ലേ, മറ്റേ വലിയ മൈക്ക്. ഈ കണ്ടൻസർ മൈക്ക് അല്ലാത്തത്, അതായത് ഈ കാണുന്ന കണ്ടൻസർ മൈക്ക് അല്ലാത്തത് ആയിട്ടുള്ള മറ്റേ മൈക്കില്ലേ, ഡൈനാമിക് മൈക്ക്. ആ ഡൈനാമിക് മൈക്കുള്ള കുത്താനുള്ള സ്ഥലമാണ് ഇവിടെ. പിന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ട, ഇവിടെ നമുക്ക് കണ്ടൻസർ മൈക്ക് കുത്താവുന്നതാണ്. പിന്നെ ഈ വശത്തായിട്ട് നമുക്ക് ഹെഡ്ഫോണില്ലേ, അതൊക്കെ ഈ രണ്ട് സ്ഥലത്തായിട്ട് വേറെ വേറെ ഹെഡ്ഫോൺ ടൈപ്പായിട്ടുള്ള ഹെഡ്ഫോണൊക്കെ യൂസ് ചെയ്യുന്നത് ഈ രണ്ട് സൈഡിൽ. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ രണ്ട് സംഭവം ഉണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് നമുക്ക് ഇവിടെ കണ്ടത്. പിന്നെ കഴിഞ്ഞ് ഈ സ്ഥലം ഇത് നോക്കട്ടെ, ഞാൻ പറഞ്ഞ ഇവിടെ ലെവൽ 1 ഉം 2 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫോണിൽ ഓരോ കണക്ട് ചെയ്യുന്ന സംഭവമാണ് ലെവൽ 1 and 2 എന്ന് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഏറ്റവും അറ്റത്ത് വരുന്നത് നമ്മുടെ ചാർജ് ചെയ്യുന്ന സംഭവമാണ്. അപ്പം ചാർജ് ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ട് ഓരോ കേബിളുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഓരോ കേബിളുണ്ട്. അപ്പം നേരെ നമുക്ക് ഇതൊന്ന് കുത്തി നോക്കാം. ആദ്യമേ ഒന്ന് ഓണാക്കി നോക്കാം. ഗൈസ്, ഓണാക്കുമ്പോൾ നമുക്കിവിടെ ലൈറ്റ് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ വെക്കാം. നമുക്ക് കണ്ടൻസർ മൈക്കിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ നമുക്ക് കുത്തി നോക്കാം. ഇവിടെ കുത്തിയിട്ടുണ്ട്. നമുക്കിനി ഹെഡ്സെറ്റൊക്കെ വേണം. ഹെഡ്സെറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യുക. ഇതുപോലത്തെ ഹെഡ്സെറ്റ് കുത്തേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലമാണ്. നമ്മുടെ അതായത് ഇവിടെയല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള സ്ഥലമല്ല, അതിൻ്റെ അപ്പുറം നടുക്കായിട്ട് വരുന്നുണ്ട്. ഇവിടെയാണ് കുത്തേണ്ടത്. കുത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടത് ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇത് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ കേൾപ്പിച്ച് തരാം. ഇപ്പം ഞാൻ ചെറിയ ഹലോ വെക്കുവാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഈ സൗണ്ട് മറ്റേ സൗണ്ട് എങ്ങനെയാണെന്ന് അറിയാനായിട്ടാണ്. ഹലോ ഈ സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ. ഈ നമുക്ക് ഇത് കുത്തിയിട്ടുള്ള സൗണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഹലോ ഗൈസ്, ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ. അതാണ് ഈ ലൈവ് സൗണ്ട് കാർഡ് V8-ൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ സിനിമയുടെ ഡബ് ചെയ്യണേ അത് തന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ സൗണ്ട് എഫക്റ്റ് ഉണ്ട് ഇതിനകത്തെന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് മൊത്തം പറഞ്ഞൊരു സ്റ്റുഡിയോയുടെ പോലെ നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റുഡിയോ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നതാണ്
ഇതുപോലെ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്കൊരു വീട്ടിൽ തന്നെ നമുക്ക് സ്റ്റുഡിയോ ഒക്കെ വെക്കാവുന്നതാണ്. അതിനകത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ ഞെക്കുമ്പോൾ അങ്ങനെ അതിലിപ്പം സൗണ്ടൊക്കെ വരും. ഗൈസ് അപ്പം നിങ്ങൾ കേട്ടല്ലോ. ഇതിൻ്റെ ഈ ക്വാളിറ്റി അങ്ങനെ കുറേ ഫെസിലിറ്റീസ് നിങ്ങൾ കേട്ടല്ലോ. അപ്പം ഇതാണ് ഈ മൈക്കിൻ്റെയൊക്കെ ഈ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വേണേലും പാട്ട് വേണമെങ്കിൽ നമുക്ക് കരോക്കെ ഇട്ട് പാട്ടൊക്കെ പാടാം. അങ്ങനെ കുറേ കാര്യമുണ്ട്. എന്താ എക്കോ ആണെങ്കിൽ എക്കോ ഇട്ട് പാട്ട് പാടാം. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് തന്നെയാണ് ഇതിനകത്തുള്ളത്. അത് മാത്രമല്ല നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അയക്കുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ.